ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ലവ് ഡേൽസ്. അങ്ങനെ ഒരു ബ്രേക്കിന് ശേഷം, ബ്രേക്ക് എന്ന് പറയുന്നത് നല്ലൊരു വലിയ ബ്രേക്ക് തന്നെയാണ് കേട്ടോ. ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ ഒരു പുതിയ ട്രിപ്പ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നതാണ്. അതായത് കാനഡ വന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ്. ഇവിടെ വന്ന സമയത്ത് നമുക്ക് ജോലിയൊക്കെ അന്വേഷിച്ച് അങ്ങനെ കുറച്ച് ഇതൊക്കെ ചെയ്തുകൊണ്ട് ട്രിപ്പും കാര്യങ്ങളൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും ഇല്ലാഞ്ഞത്. അപ്പോൾ ഇന്ന് ഡിസംബർ 28 വീഡിയോ ഷൂട്ട് ചെയ്യണം. എന്നൊരു ദിവസത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. പൊന്നമ്മ ഇവിടെ ലാൻഡ് ചെയ്തിട്ട് ഇന്നത്തേക്ക് കറക്റ്റ് 1 വർഷം ആകുകയാണ്. അപ്പോൾ 1 വർഷം ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 2 hour ഡ്രൈവ് ഉണ്ട്. ബ്ലൂ മൗണ്ടൻ എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. അപ്പോൾ അവിടെ ക്രിസ്മസിൻ്റെയൊക്കെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു, എന്തായാലും അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ എഴുന്നേറ്റു റെഡിയായി പോന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വിശക്കുണ്ട് ചെറുതായിട്ട് 2 പേർക്കും. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഏതെങ്കിലും സ്ഥലത്ത്, കാരണം ഇത്രയും നേരം നമ്മൾ കൺട്രി സൈഡ് കയറി വന്നുകൊണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റ്സും ഷോപ്സോ ചെറിയ ടീ ഷോപ്സോ ഒന്നും കണ്ടില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ടൗണിലെത്തി. അപ്പോൾ നമ്മൾ ഇവിടെ ടിമ്മ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറാൻ വേണ്ടിയുള്ള പ്ലാനിലാണ്. അങ്ങനെ നമ്മൾ ലൈറ്റായിട്ട് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പൊന്നമ്മ അതെടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുക. ഗൈസ്, പൊന്നമ്മ ഭക്ഷണമായി വരുന്നുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ ക്രിസ്പി ചിക്കൻ ബാർബിക്യൂ ബൗൾ. ആൻഡ് ഇത് നമ്മുടെ സ്റ്റീക്ക് ബൗളാണ്. ഇതാണ് പിന്നെ നമ്മുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് സ്റ്റീപ്പ് ടീ. So shall we start? Of course. Guys, അപ്പോൾ നമ്മൾ ടിമ്മിൽ നിന്ന് ഇറങ്ങി ഇച്ചായി വീണ്ടും ബാക്ക് ടു ഡ്രൈവിങ്. ഇനി നമുക്കൊരു ഏകദേശം ഒരു 1.5 hour കൂടെ ഇനി ഡ്രൈവ് ചെയ്യണം നമ്മുടെ സ്പോട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോഴത്തെ ഇതാണ് നമ്മുടെ ടിമ്മിൻ്റെ ഏരിയ. ഇവിടെയാണ് നമ്മൾ കോഫി കുടിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് കയറുവാണ്. ഇച്ചായി സെറ്റായി, ഇനി ഞാനും കൂടെ കയറട്ടെ. ഇന്ന് മൊത്തത്തിലൊരു റെയിനി ഡേ ആണ്. കുറച്ച് ക്ലൗഡിയാണ്. ഗ്യാസ് അടിക്കാം. സ്റ്റാർട്ട്, പോവാ. അയ്യോ, ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. അപ്പം നമ്മൾ ബാക്ക് ടു ജേണി. വേറൊരു വലിയ കോമഡി ഉണ്ട്. കാനഡയിൽ ഇപ്പോൾ വിന്റർ ആണെന്ന് തോന്നണില്ല. ഞാൻ വന്നിട്ട് ഇവിടെ മര്യാദക്കും 5 ചെയ്തിട്ടില്ല. ആകെ ഒറ്റ പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. ശരിക്കും ഈ കഴിഞ്ഞ ഈ സമയത്ത് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴേക്കാ അല്ലേ, ഞാൻ കാലുകുത്തിയപ്പോ ഇവിടെ ഫുൾ മഞ്ഞായിരുന്നു. സമയം ഏതാ പൊന്നു? ഏത് ഫെർഗസ് അവിടെയാണ് ബ്രഞ്ച് കഴിച്ചത്. കഴിഞ്ഞ കൊല്ലം മീൻ ഇവിടെ വന്നപ്പോഴേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് വൈറ്റ് കളറായിരുന്നു. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഞാൻ സമ്മർ ആയതിനു ശേഷമാണ് റിയൽ ആയിട്ട് ഈ ഒരു കാനഡ, ഞാൻ താമസിക്കണ ആ ഒരു ഏരിയ ഒക്കെ എങ്ങനെയാണ് റിയൽ ഇരിക്കണേ എന്നുള്ളത് കണ്ടത് സമ്മർ ആയപ്പോഴാണ്. കാരണം ഞാൻ വന്നിറങ്ങിയപ്പോ തൊട്ട് ഫുൾ വൈറ്റ്, അങ്ങനെ വൈറ്റ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ഗ്രീനറി കണ്ടത് സമ്മർ ആയപ്പോഴാണ്. ഞാൻ ഇപ്പോഴാണെങ്കിൽ മഞ്ഞുമില്ല. ഇവിടേക്ക് ഒന്ന് താമസിക്കണം. നമ്മുടെ മീൻസ് എന്റെ വീട് അറിയാലോ, കടമ്പൂരിലാണ്, വില്ലേജാണ്. അതുപോലെ ഒരു കാമായിട്ടുള്ള സ്ഥലം. ഇവിടേക്ക് ഒന്ന് താമസിക്കണം, നമുക്ക് ആ ഒരു ഫീൽ തന്നെ കിട്ടും. ഇത് നമ്മുടെ ഫാമിലിയും കൂടെ ഉണ്ടെങ്കിൽ ഇരട്ടി സന്തോഷം. കുറച്ച് പേരുണ്ടാവണം, നമുക്കൊന്ന് ചില്ല് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പൊ സമ്മർ ആയാലും വിന്റർ ആയാലും ഫാൾ ആയാലും അതിന് ഓരോരോ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പൊ എല്ലാരും കൂടി ഉണ്ടെങ്കിൽ അത് രസമായിരിക്കും. നമുക്കിപ്പോ വീട്ടില് ഈ സമ്മറുള്ള സമയത്ത് വീടിന്റെ ബാക്കിൽ ഒരു ഗ്രില്ലൊക്കെ അടിച്ചിരിക്കാനൊക്കെ അടിപൊളിയാണ്. ഞങ്ങിപ്പോ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. അപ്പോ ഇതുപോലത്തെ വൈബൊക്കെ കിട്ടാൻ കുറച്ച് പാടാന്നാലും ഞങ്ങളിപ്പോ ക്രിസ്മസിന് ഞങ്ങൾ ടർക്കി ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുത്തായിരുന്നു. നമുക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കും അവിടെ. പക്ഷെ ഇങ്ങനെ വീട്ടിലെ താമസിക്കണമെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. ബാക്ക് യാർഡ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ നമ്മുടേതായ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്യാം.
കമ്പയർ ടു അപ്പാർട്ട്മെന്റ് നോക്കുമ്പോൾ. കുറച്ചുകൂടെ പ്രൈവസി ഉണ്ടാവും. അതെ. പിന്നെ വേറൊരു ഗുണമുണ്ട്, അപ്പാർട്ട്മെന്റ് ആകുമ്പോഴേക്കും മഞ്ഞ് പോരണ്ട, പുല്ല് വെട്ടണ്ട, അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. ഇതിപ്പോ നമ്മൊരു വീട് എടുക്കുവാണെങ്കിൽ നമ്മുടെ വീടിന്റെ ആ ഒരു ഏരിയ മഞ്ഞാണെങ്കിലും ഇങ്ങനെ ഇപ്പൊ പുല്ലാണെങ്കിലും ഇപ്പൊ ഫാളില് ചവറ് വീണാലും ഇതെല്ലാം നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. അപ്പാർട്ട്മെന്റ് ആകുമ്പോൾ നമുക്ക് അതൊന്നും അറിയണ്ട, അതൊക്കെ അപ്പാർട്ട്മെന്റുകാർ ചെയ്തു. അങ്ങനെ ഒരു ഗുണം നമുക്ക്. ട്രെയിലാണോ ഇവിടെ? എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ട്രെയിലൊക്കെ കൺട്രി സൈഡ് അല്ലേ, അപ്പൊ ചിലപ്പോ ടാർ ചെയ്യത്തില്ലായിരിക്കും, ഇങ്ങനത്തെ ട്രെയിലായിരിക്കും. സ്പീഡ് കുറയ്ക്കാം. ഇതെന്താണെന്നറിയാമോ, ഇതിങ്ങനെ നടക്കുന്ന റോഡ് കണ്ട് 6000 സ്പീഡ് കയറ്റി. അതെ, നല്ല അടിപൊളി റോഡ്. അതുകൊണ്ടാണ് എനിക്കും വണ്ടി ഓടിക്കണം. എനിക്ക് ശീലമില്ല അതിന്റെ ഓടിപ്പിക്കാൻ. എന്ത് രസമല്ലേ ഈ സ്ഥലമൊക്കെ. വഴി ഇങ്ങനെ നടക്കും. എന്തോരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ക്യാമറയിൽ, പക്ഷെ സൂപ്പറാ. ഇതാണ് ഞാൻ പറഞ്ഞ പുതുവെള്ളൈ മഴ ഇങ്ങ് പൊഴികിன்றது കൊള്ളൈ നിലാവുടൻ നനകിன்றது മനം സൂടാന ഇടം തേടി അലകിன்றது. സൂപ്പറാട്ടോ, സൂപ്പർ. നല്ല രസമുണ്ട് മഞ്ഞ് വീണ് കിടക്കണാണ്. മറ്റേ ഹൈഡിയുടെ കാർട്ടൂൺ കണ്ടിട്ടുണ്ട്. ഹൈഡിയുടെ കാർട്ടൂൺ കണ്ടിട്ടുണ്ടോ? അവളുടെ വീട് ഇങ്ങനത്തെ മാലയിലാണ്. അത് മറ്റേ സാധനമല്ലേ, എയർ കാർ അങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നുണ്ടോ? അത് എയർ കാറാണോ? അതെനിക്ക് അതി കയറണം, എനിക്ക് കയറണം. വർക്ക് ചെയ്താൽ ചിലപ്പോ ഇതൊന്നും കൊണ്ടൊന്നും കാണാൻ പറ്റൂല. കണ്ടോ ഗൈസ്, നിങ്ങൾ കണ്ടോ? എത്ര രസം. ഗ്ലാസ് ഒന്ന് വൈപ്പ് ചെയ്യോ വിജയ്? കണ്ടു. ഞാൻ നോക്കിക്കൊണ്ടിരുന്ന വണ്ടി ആരും ഓടിക്കും. പക്ഷേ ഇപ്പൊ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. എന്താണെന്നറിയോ, മഞ്ഞ് മര്യാദക്ക് പെയ്തിട്ടില്ലല്ലോ. സ്നോ സ്കേറ്റിങ്ങിനുള്ള മഞ്ഞൊന്നും ഇല്ല ഇപ്പൊ. അതായിരിക്കാം ഇത് അതൊന്നും മാറ്റിയാത്ത. കാശ്മീർ. അതെ, ലൈക്ക് കാശ്മീർ. അങ്ങനെ നമ്മൾ ബ്ലൂ മൗണ്ടൻ എത്തിയിരിക്കുകയാണ്. പെടലി വേദന എടുക്കുന്നുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി സ്നോ ഇല്ലാത്തതുകൊണ്ട് സ്നോ സ്കേറ്റിംഗ് ഒക്കെ വളരെ ശോചനീയമാണ്. വർക്ക് ചെയ്യാനുള്ളതാണ്. ആരൊക്കെയോ സ്നോ സ്കേറ്റിംഗ് കഴിച്ചു. സ്കേറ്റ് ചെയ്യണുണ്ടോ ഗൈസ്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അവർ സ്കേറ്റ് ചെയ്യണം? വരുന്നുണ്ട്.
മാറി നിർത്താൻ പറ്റില്ല അല്ലേ? അത് എന്തിലേക്ക് തെറിച്ചിങ്ങാട് ഇവിടെ ഫുള്ളി ഇറക്കാറുണ്ട്, പക്ഷെ ഇതൊന്നും ഇപ്പൊ ആക്റ്റീവ് അല്ല. ആണ്ടോ അങ്ങോട്ട് കയറണ്ട, ചെളിയാ. വാന്നാ തിരിച്ചു പോവാ. വാലി എക്സ്പ്രസ് അങ്ങനെ അധികം ഇല്ല പൊന്നു, വാ തിരിച്ചു പോവാ. നമുക്ക് അപ്പൊ നമ്മുടെ 2 hours ഡ്രൈവിന് ശേഷം ഡെസ്റ്റിനേഷൻ എത്തുവാണ്. ബ്ലൂ മൗണ്ടൻ റിസോർട്ട്, നമ്മുടെ സാഗ ബീച്ച് റിസോർട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനിയും 4 minutes ലെഫ്റ്റ്. ഓൾമോസ്റ്റ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ബ്ലൂ മൗണ്ടൻ ഹിൽസ്, ആ വില്ലേജ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ഇവിടേക്ക് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ചെന്നപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൈറ്റ്സ് ഉണ്ടെങ്കിലേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ എന്തെങ്കിലും ഉള്ളൂ. അപ്പം ലൈറ്റ്സ് ഒക്കെ ഓൺ ആവണമെങ്കിൽ നമ്മളെന്താ കുറച്ചും കൂടി ഒന്ന് ഇരുട്ടാവണം. അവിടെ പോയിട്ട് ഇപ്പൊ സ്നോ കുറവായതുകൊണ്ട് കാര്യമായിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ കുറവാണ്. മീൻസ് മറ്റേ സ്നോ സ്കേറ്റിംഗ് ഒക്കെ എനിക്കൊന്നും ആക്റ്റീവായി വരുന്നുള്ളൂ, സ്നോ വീണ് തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയപ്പോഴേക്കും അതൊന്നും വലിയ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വന്നിട്ട് ഒന്ന് ഫ്രഷ് റൂമിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വില്ലേജിന്റെ ലൈറ്റിങ്ങും എല്ലാം കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ പോകാന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ചു പോകുന്നു. ഇനിയിപ്പോൾ ഒരു മിനിറ്റ് 2 മിനിറ്റും കൂടി ഉള്ളൂ, നമ്മൾ റൂമിൽ ഇപ്പൊ തന്നെ എത്തും. ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാമല്ലോ. അപ്പൊ അങ്ങനെ പ്ലാനാക്കി. അങ്ങനെ നമ്മൾ നമ്മുടെ സാഗർ റിസോർട്ട് എത്തി. അവിടെയാണ് ഓഫീസ് എന്ന് തോന്നുന്നു. അവിടെയാണ് ഓഫീസ്. അയ്യോടാ, ഇനി കൊറോള മോള് പൊടി പിടിച്ച് നാശമായി. ചായി ഓഫീസിലോട്ട് പോകുന്നുണ്ട്. നല്ല തീരുണ്ട്. ചോക്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇന്ന് ഞങ്ങൾ ഓർണമെന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. Office Wi-Fi. So because the remote Wi-Fi is a little bit weird. How many keys would you like? This one. This one. Yeah. There's one key for you. Your room's up these side stairs. Upstairs. And you're in the hall that's right at the top of the stairs. You're 3 doors in. Okay. Thank you. ഇന്ന് എനിക്ക് വാങ്ങിത്തരോ? Let's see. ഇത് വാങ്ങിത്തരോ? അതെനിക്ക് വേണം. $5 ഉള്ളു ചെയ്ത്. ഇവിടെയൊക്കെ സാധനങ്ങൾക്ക് ഭയങ്കര വില കുറവാണ്. നമുക്ക് സാധനങ്ങൾ എടുത്തിട്ട് കയറണം, അല്ലെങ്കിൽ റൂം നോക്കിയിട്ട് റൂം നോക്കാം. ജസ്റ്റ് നമുക്ക് റൂം നോക്കാം, എന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കാം. അത്തപ്പന ആദ്യം തന്നെ കയറി പോകുന്നുണ്ട്. കയറാം. കാണാൻ പറ്റുണ്ടോ അവിടെ നിന്ന്? നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ അപ്പുറത്താണ് ബീച്ച്. ആ കാണുന്ന സ്ഥലത്താണ് ബീച്ച്. ലൈറ്റ്സ് ഓൺ. കയറി വരുമ്പോൾ തന്നെ സൈഡിലെ കിച്ചൺ, പിന്നെ നമ്മുടെ കോഫി മേക്കർ, പിന്നെ ഇത് നമ്മുടെ സിങ്ക്, കിച്ചൺ ടവൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ഉണ്ട്,
ജഗ്ഗുണ്ട്. വൈൻ ഗ്ലാസ് ഒക്കെ ഞങ്ങൾ എടുത്തിട്ട് വന്ന്. ദേ കോഫി കുടിക്കാൻ വേണ്ടിയുള്ള കപ്പ് വരെയാണ്. ഐസ് ക്യൂബിന്റെ ട്രേ ഉണ്ട്. ഹോൾ സെറ്റാണ്. പ്ലേറ്റ്സ് ഉണ്ട്, ഓവൻ ഉണ്ട്, ഫ്രിഡ്ജ്. വാവ്. പിന്നെ ദേ ജാക്കറ്റ്സ് ഒക്കെ ഹാങ് ചെയ്യാനുള്ള ഹാങ്ങേഴ്സ് ഉണ്ട്. ഓ ഇത് അടിപൊളി ഗൈസ്, അടിപൊളി. നോക്ക്, ബെഡിന്റെ തൊട്ടടുത്ത് തന്നെ അല്ലേ. ഇനി ഇവിടെ TV. ഇതാ ഇങ്ങോട്ട് വന്നേ. ഇനി ഇവിടെ മിറർ. പിന്നെ ഇവിടെ ചെറിയ ഇത് ഷോ ആണോ ഈ ഷോ? ലൈറ്റ് വെച്ചേക്കോ. ഇതേ ഇവിടെ നല്ല പെയിന്റിങ് അല്ല, നല്ല ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് ഇവര്. ഒരു ഫ്ലവർ പീസ്. ഇവിടെ നിന്നൊരു ചെറിയ വിൻഡോ. വാ, അത് കൊള്ളാല. ഇതാണ് ഗൈസ് ബെഡ്. അവിടെ റെസ്റ്റ് ചെയ്തു. ഇവിടെ ഒരു ചെറിയ ടേബിൾ. എഗെയിൻ ഇവിടെ ഒരു മിറർ. അടിപൊളിയല്ലേ? ഇവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് വാഷ്റൂം കാണിച്ചില്ല. ഇതെന്താ ഇവിടെ തന്നെ കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇതാണ് വാഷ്റൂം. ടവൽസ് ഉണ്ട്. ഇവിടെ അഗെയിൻ ഒരു മിറർ. ഇവിടെ ബോക്സ് ഒക്കെ ഉണ്ട്. ഇത് ഹെയർ ഡ്രയർ ആണോ? എന്തൊക്കെ സെറ്റപ്പാ. ഷവർ ഏരിയ. നൈസാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടല്ല. കൊള്ളാം. അപ്പൊ പിന്നെ ഈ വീഡിയോ ഞങ്ങള് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് ബ്ലൂ മൗണ്ടനിൽ രാത്രി പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ ഞങ്ങൾ ഇതിനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. വയ്യ, ക്ഷീണിച്ചു. ഇറ്റ്സ് മീ മാത്യൂസ് സൈനിങ് ഓഫ്. ബൈ ബൈ.